കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിനെ ചൊല്ലി ബി.ജെ.പിയിൽ തർക്കം രൂക്ഷം. എയിംസ് ആലപ്പുഴയിൽ സ്ഥാപിക്കണമെന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. തൃശൂർ അല്ലെങ്കിൽ ആലപ്പുഴ. തിരുവനന്തപുരം പാറശാലയിൽ വേണമെന്നാണ് ബി.ജെ.പി ഔദ്യോഗിക പക്ഷത്തിന്റെ ആവശ്യം. എയിംസ് കിനാലൂരിൽ വേണമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാട്. അതേസമയം കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കാൻ ഭൂമി കണ്ടെത്തിയതടക്കമുള്ള നടപടികൾ തുടങ്ങിയിട്ടും അനിശ്ചിതത്വം നീങ്ങുന്നില്ല. വി.എസ്. രഞ്ജിത്തും ദീപക് മലയമ്മയും ആർ റോഷിപ്പാലും ചേരുന്നുണ്ട് തത്സമയം. ആദ്യം വി.എസ്. രഞ്ജിത്തിലേക്ക്. വി.എസ്. രഞ്ജിത്ത്, തൃശ്ശൂരിലെ എം പി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിക്ക് ഒന്നുകിൽ തൃശ്ശൂരിൽ വേണം, തൃശ്ശൂരിൽ അത് രാഷ്ട്രീയമായ കാരണങ്ങളാൽ നിഷേധിക്കപ്പെട്ടാൽ ആലപ്പുഴയിൽ കൊടുക്കാമെന്നാണ്. പക്ഷേ ബി.ജെ.പിയുടെ താല്പര്യം തിരുവനന്തപുരം പാറശാലയാണ്. അവർ ആലപ്പുഴ എന്ന് പരിഗണിക്കുന്നില്ല. സംസ്ഥാന സർക്കാരിനാണെങ്കിൽ അത് കോഴിക്കോട് സ്ഥാപിക്കണം എന്നാണ്. ഇതെന്താണ് സംഭവിക്കുന്നത്? ഒരു എയിംസ് 3 ആവശ്യമോ? സ്വാഭാവികമായിട്ടും ഇതിൽ ബി.ജെ.പിയുടെ നിലപാട് വളരെ പ്രസക്തമാണ്. കാരണം കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജ് നിയമസഭയിൽ പറഞ്ഞത് ഇതിലൊരു പൊളിറ്റിക്കൽ ഡിസിഷൻ, ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടി മാത്രമേ ബാക്കിയുള്ളൂ, ബാക്കിയെല്ലാം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ തീരുമാനം എടുക്കേണ്ടത് സ്വാഭാവികമായിട്ടും ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വമാണ്. ആ സംസ്ഥാന നേതൃത്വത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നത്. അതിൽ ബി.ജെ.പിയുടെ ഔദ്യോഗിക നേതൃത്വം, ഇപ്പോൾ നിലവിലുള്ള രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ ആഗ്രഹിക്കുന്നത് തിരുവനന്തപുരം പാറശാലയിലാണ്. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കും അതിനോട് താല്പര്യമുണ്ട്. കാരണം രണ്ടുപേരും തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ബി.ജെ.പിക്ക് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരുവനന്തപുരത്തായിരിക്കും. ഒരു എം പിയോ ഇനി കൂടുതൽ MLA-മാരൊക്കെ ഉണ്ടാവേണ്ടത് തിരുവനന്തപുരത്താണ്, അല്ലെങ്കിൽ തൃശ്ശൂരിലാണ്. ഈ 2 മണ്ഡലവും അല്ലാതെ ആലപ്പുഴയിൽ വേണം എന്നുള്ള ഒരു ആലോചനയും ഇല്ലാത്ത തീരുമാനം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ളത് അത് ബി.ജെ.പിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ബി.ജെ.പി ഔദ്യോഗിക നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിയുമായിട്ടുള്ള ഒരു ശീതസമരത്തിന്റെ ഒരു കാരണം പ്രധാനമായിട്ടും ഈ എയിംസിനെ ചൊല്ലി സുരേഷ് ഗോപി ഒരു ആലോചനയും ഇല്ലാതെ എടുത്ത തീരുമാനവുമാണ്. മാത്രവുമല്ല, ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഒരു മെത്തേഡ് ചാലഞ്ച്, ഒരു ചാലഞ്ച് മെത്തേഡ് എന്ന പേരിൽ ഏത് സ്ഥലത്ത് എയിംസ് വേണമെന്ന് തീരുമാനിക്കാൻ ചില ക്രൈറ്റീരിയ ഉണ്ട്. അവിടെയുള്ള ആ സ്ഥലത്തിന്റെ പിന്നോക്കാവസ്ഥ, അവിടുത്തെ സ്ഥലത്തിന്റെ ലഭ്യത, അവിടുത്തെ ആളുകളുടെ ഫീച്ചേഴ്സ്, ആരോഗ്യസ്ഥിതി, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ചാലഞ്ച് മെത്തേഡ് ഉണ്ട്. ഈ ഒരു മെത്തേഡും പരിഗണിക്കാതെയാണ് ബി.ജെ.പി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിൽ പലപ്പോഴും എത്തിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാർ ഇങ്ങനെ ചാലഞ്ച് മെത്തേഡ് സ്വീകരിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം കോടതിയിൽ ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് കൃത്യമായ മറുപടി സംസ്ഥാന സർക്കാർ കൊടുത്തിട്ടില്ല.